ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ചാപ്റ്റർ 7 ലീഗാലിറ്റി ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് കൺസിഡറേഷൻ. അതായത് ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആവാൻ വേണ്ട വേറൊരു റിക്വയർമെൻ്റ് ആണ് നമ്മൾ ചെയ്യുന്ന ആ ഒരു കോൺട്രാക്റ്റിൻ്റെ കൺസിഡറേഷൻ, അതിൻ്റെ ഒബ്ജക്റ്റൊക്കെ വളരെ ലീഗലായിരിക്കണം, ലോഫുൾ ആയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ മാത്രമാണ് ആ കോൺട്രാക്റ്റ്, അതായത് ഈ 2 പോയിന്റ് ലോഫുൾ കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം, ലോഫുൾ ഒബ്ജക്റ്റും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇനി അത് എപ്പോഴാണ് അത് അൺലോഫുള്ളായി മാറുന്നത്? ഒന്ന്, ഫോർബിഡൻ ബൈ ലോ, നിയമം തന്നെ അത് വിലക്കപ്പെട്ട കാര്യങ്ങളായി പറയുമ്പോൾ, അതല്ലെങ്കിൽ അതിലൊരു പ്രൊവിഷൻസ് അല്ലെങ്കിൽ ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു കാര്യം കൊണ്ട് മറ്റൊരു വ്യക്തിക്കോ അവരുടെ പ്രോപ്പർട്ടിക്കോ ഒക്കെ ഇഞ്ചുറി ഉണ്ടാവുമെങ്കിൽ, അല്ലെങ്കിൽ കോടതി തന്നെ അതിനൊരു ഇമ്മോറലാണ് അല്ലെങ്കിൽ പബ്ലിക് പോളിസിക്ക് അഗെയിൻസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ അത് അൺലോഫുള്ളായിട്ട് മാറുന്നുള്ളതാണ് പറയുന്നത്. ഇനി ഏതൊക്കെ ഒരു സർക്കംസ്റ്റൻസസിലാണ് ഈ ഒരു ഒബ്ജക്റ്റ് ആൻഡ് കൺസിഡറേഷൻ അൺലോഫുൾ